എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നേരം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ആ യമഹ R15ൻ്റെ സൈഡിലെ കിറ്റാണ്. ഈ കാണുന്നത് ഫൈബർ പാർട്ടാണ്. അന്നേരം ഒരുപെട്ട എല്ലാവർക്കും വണ്ടി വീഴുകയും ചരിയുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം സ്ക്രാച്ചായി പോകുന്നതാണ്. അന്നേരം നമുക്ക് ഈ ഒരു ഭാഗം വെറും 200 രൂപയ്ക്ക് നമുക്ക് പഴയ രൂപത്തിലേക്ക് ആക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അന്നേരം ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സ്ക്രാച്ച് മാറ്റാനായിട്ട് 3 സാധനം മതി. അതാണ് വൈറ്റ് MCയിലും ഓർ ബ്ലാക്ക് ആയാലും മതി. അത് കഴിഞ്ഞ് മാറ്റ് ബ്ലാക്കിൻ്റെ ഒരു പെയിൻറ് വേണം. അത് കഴിഞ്ഞിട്ട് ഒരു സാൻഡ് പേപ്പറും. 100ൻ്റെ സാൻഡ് പേപ്പർ ആയാൽ അത്രയും ബെറ്റർ. 100ൻ്റെ സാൻഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ പെയിൻറ് കടയിൽ കിട്ടും. അന്നേരം 100ൻ്റെ സാൻഡ് പേപ്പർ മേടിക്കുക. നോക്കാം. അന്നേരം നമ്മൾ ഈ MCയിൽ എടുത്തുകൊണ്ട് നമ്മൾ രണ്ടെണ്ണം MCയിൽ കാണും. അന്നേരം നമ്മളത് എടുത്തുകൊണ്ട് നമ്മൾ കുറച്ചെടുക്കുക. ഇതുപോലെ തന്നെ മറ്റേനകത്തുനിന്നും ആ അളവിൽ തന്നെ ഒരെണ്ണം കൂടി എടുക്കുക. രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. നല്ല രീതിയിൽ മിക്സ് ആയില്ലെങ്കിൽ അത് ഒട്ടത്തില്ല, പെട്ടെന്ന് ഉണങ്ങത്തുമില്ല. നല്ല രീതിയിൽ നമ്മളത് മിക്സ് ആക്കുക. നല്ല രീതിയിൽ നമ്മളത് കുഴച്ച് ഒരു പരുവാക്കുക. അന്നേരം നമ്മൾ ആ കുഴച്ച് വെച്ചത് ഒരു 10 മിനിറ്റ് ഒരു ഇടവേളയ്ക്ക് നമ്മളത് മാറ്റി വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ സാൻഡ് പേപ്പർ എടുക്കുക. ഈ ഭാഗങ്ങൾ നന്നായിട്ട് ഉരച്ച് ആ ഭാഗം ക്ലീൻ ചെയ്യുക. ഈ പോറലില്ലാത്ത രീതിയിലാക്കിയെടുക്കുക. നോക്കിയതാ ഈ ഒരു ഭാഗം കണ്ടോ, ഇത്രയും തെള്ളി നിൽക്കുകയാണ്. നമ്മളിവിടെ വൈറ്റ് MCയിൽ തേച്ച് പിടിപ്പിക്കുക. അന്നേരം മാക്സിമം ഈ ഒരു സ്ക്രാച്ചസ് നമുക്ക് കുറച്ചങ്ങ് തീർക്കണം. ബാക്കി വരുന്ന ഭാഗം നമ്മൾ ഇതുപോലെ മാറ്റി വെച്ചു. ഇങ്ങനെ എല്ലായിടവും ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ സെറ്റാക്കി കൊടുക്കണം.
സൈഡിലിരിക്കുന്നതെല്ലാം ഇങ്ങോട്ടങ്ങ് തേച്ച് പിടിപ്പിച്ചേക്കണം. അല്ലെങ്കിൽ നമുക്കത് ആ ഒരു പാട് അത്രയും ഉരച്ച് കളയാൻ പിന്നെ നിൽക്കേണ്ടി വരുവേ. വേണ്ടാത്ത ഭാഗങ്ങൾ ഇങ്ങനെ ഉരച്ച് കളയുക. അതിനുശേഷം നമ്മുടെ പെയിന്റിനകത്ത് ഇങ്ങനൊരു പാർട്ട് കാണും. ആ പാർട്ട് ആണിത്. ഇങ്ങനൊരു പാർട്ട് ഉണ്ടായിരിക്കും. അന്നേരം ഇങ്ങനെ ഗ്ലേസിങ് ആക്കി കൊടുക്കുക. അത് തേച്ചത് നമ്മൾ നന്നായിട്ട് അതിൽ പിടിപ്പിച്ച് കൊടുക്കുക. നമ്മൾ ആ 10 മിനിറ്റ് വെച്ചോണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് അതൊരു പൊട്ടി ചെയ്തതിനകത്ത്. 10 മിനിറ്റ് വെക്കാതെ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടില്ല. മാക്സിമം നമ്മളിത് ഇങ്ങനെ തേച്ച് ക്ലേസിങ് ആക്കി എടുക്കുന്നതാണ് ഇത്തിരി നല്ലത്. ഇതിങ്ങനെ ക്ലേസിങ് ആക്കി കൊടുക്കുക. ഒരു സൈഡിലോട്ട് തന്നെ റബ്ബ് ചെയ്യുക. നിങ്ങൾ ഈ ചെയ്യുന്നത് ഈ ഷേപ്പിൽ തന്നെ ഇതുപോലെ വെച്ച് ചെയ്യുക. ഒത്തിരി അങ്ങോട്ട് കൂട്ടാനോ കുറയ്ക്കാനോ പോരുത്. ആ ഷേപ്പിനകത്ത് തന്നെ വെച്ചിട്ട് അത് ക്ലേസിങ് ആക്കി എടുക്കുക. ഈ ഒരു ഷേപ്പ് കണ്ടോ, ഈ ഒരു ഷേപ്പിൽ തന്നെ ഇതിങ്ങനെ കയറി പോകുന്ന രീതി ശ്രദ്ധിക്കുക. ഇവിടെയും ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റ് ഒരുപോലെ പോകുന്ന രീതിയിൽ തേച്ച് എടുക്കുക. അഡീഷണൽ ഭാഗങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് അതിനകത്തോട്ട് കൊടുക്കുക. അന്നേരം ഞങ്ങളിത് ആ ഒരു ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് റബ്ബിങ്ങും കൂടി ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഉണങ്ങിയിട്ട് കാണിച്ചു തരാം. ഞാനിത് വെയിലത്തോട്ട് വെക്കാൻ പോവാണ്. ഈ ഒരു നിരപ്പായ ഭാഗങ്ങളെല്ലാം നിരപ്പാക്കി എടുക്കണം. ഇത് വെയിലത്തോട്ട് വെച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. അതിൻ്റെ നോക്ക്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് വരില്ല. ഇത് നമ്മൾ സാൻഡ് പേപ്പർ എടുത്ത് നമ്മുടെ ഈ ഓരോ ഭാഗങ്ങളും നമ്മൾ നൈസായിട്ട് വരച്ച് കൊടുക്കാവുള്ളൂ. എന്നുവെച്ചാൽ നമുക്ക് ഒത്തിരി പോകരുത്.
എല്ലാ ഭാഗത്തും കറക്റ്റായൊന്ന് കൈ കൊണ്ട് നോട്ടിച്ച് നോക്കുക. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗത്തോട് ഇങ്ങനെ ചേരുമ്പം രണ്ടായിട്ടിരിക്കുന്നത് അതാണ് നമുക്ക് വേണ്ടത്. ഒന്നായിരിക്കണം. നമ്മളിത് ഉരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അന്നേരം ഒരു വേസ്റ്റ് തുണി എടുത്ത് നമ്മൾ പൊടിയെല്ലാം ഒന്ന് മാറ്റി എല്ലായിടും ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഭാഗം തേഞ്ഞൊരയാനുണ്ടെങ്കിൽ അത് ഉരച്ച് വൃത്തിയാക്കുക. തൂത്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാർട്ട് കിടപ്പുണ്ടെങ്കിൽ ഈ ഒരയാത്ത നമ്മുടെ ഈ ക്ലേസിംഗ് ആയിട്ട് കിടക്കാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടി അത് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഈ ഇതിൻ്റെ പുറത്തൂടെ ചെയ്യണം. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ആയിരിക്കണ്ടേ, അങ്ങനെയല്ലേ നമ്മുടെ ഒറിജിനൽ ഇതാണ്ടാവും ഒറിജിനൽ അതുപോലെ ആക്കിയെടുക്കുക. അന്നേരം നമ്മുടെ ഈ ഒരു പണി ഇവിടെ കഴിഞ്ഞു. വേണ്ടാത്ത പാർട്ടുകൾ നിങ്ങൾ നന്നായിട്ട് വരച്ച് വൃത്തിയാക്കി മാറ്റിയില്ലെങ്കിൽ ആ ഒരു പെയിൻറ്റിങ്ങിനകത്ത് പോലും നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് മാക്സിമം ഇത്തിരി നല്ല രീതിയിൽ വരച്ച് വൃത്തിയാക്കാൻ ശ്രമിക്കുക. നമ്മളിതാ ഇനി ഇത് പെയിന്റിങ്ങിലേക്ക് പോകാം. എടുത്ത് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ അടിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കി ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു ഭാഗത്ത് നിൽപ്പുണ്ടോ ഒന്ന് തീർന്നു. അതുപോലെ 2 കോട്ട് ഫുള്ള് കൊടുക്കുക. അപ്പം നമ്മൾ ഈ ഒരു പാർട്ടിനകത്തൊന്നും ആ ഒരു ഭാഗമേ ഇല്ല. നമുക്ക് എത്ര വൃത്തിയായിരുന്നു നോക്കുക. ഇത് ഉണങ്ങാൻ വെക്കുക. ഇത്രയും നേരമായി ഇതൊരു വിധം ഉണങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോഴേ തൊടുന്നില്ല. ഇതിപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു പാടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. മാക്സിമം നിങ്ങൾ ആ ഒരു ഈ ഒരു തേച്ചിട്ട് ആ ഉരച്ച് വൃത്തിയാക്കുന്ന ഭാഗത്ത് നമ്മൾ നീറ്റാവുക, വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്യാവുള്ളൂ. പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പാടാണ്. അതിന് മുന്നേ നിങ്ങളത് ക്ലേസിംഗ് പരുവത്തിലാക്കി എടുക്കുക. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അന്നേരം ഇത് കണക്കത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനി ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക.